അങ്ങനെ ഫൈനലി നമ്മളിതാ 14,140 അടി മുകളിൽ നദുല്ല പാസിൽ എത്തിട്ടോ. ബോർഡ് ഉണ്ടല്ലോ ബാക്കിൽ വെള്ളം മുകളിൽ കുത്തിവെച്ച് വരുന്നത്. അതിന്റെ മുകളിൽ ശിവന്റെ വലിയൊരു ഇതല്ലേ ഇന്ത്യ ചൈന ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. എവിടെ പോയാലും മലയാളീസ് ആണല്ലോ. സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ്. കക്കോടിയോ? സെയിം ടു യു. ഇതേ ഞങ്ങൾ യാത്ര സിക്കിമിലൂടെ തുടർന്നുകൊണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയായിരുന്നു സിക്കിമിലെത്തിയത്. നമ്മൾ ഇന്നലെ എത്തിയ വണ്ടി അവിടെ പാർക്കൊക്കെ ചെയ്ത് രാവിലെ കണ്ടില്ലേ നല്ല മഴ ഉണ്ട്, തണുപ്പുണ്ട്, കോടമഞ്ഞ മൊത്തം കോടയിൽ മൂടി കിടക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സിക്കിമിൻ്റെ ഗാങ്ടോക്ക് എന്ന് പറഞ്ഞ ടൗണിലാണുള്ളത്. ഇനിയിപ്പോൾ ഇന്നെന്തായാലും ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാനുള്ള പരിപാടിയിലാണ്. ഇന്നലെ നമ്മൾ ഇവിടുന്ന് രാത്രി കഞ്ഞിയും ചിക്കൻ കറിയൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാൻ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗാങ്ടോക്ക് ടൗൺ ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ നേരെ ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവിടുത്തെ ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളായി കാണുന്നുണ്ട്. നമുക്ക് കുറേ ഹയസ്റ്റ് ഏരിയകളിലേക്ക് പോകാനുണ്ട്. അതൊക്കെ നോക്കി ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണില്ലേ. ഇന്ത്യ ചൈന ബോർഡറായ നാഥുല പാസിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതേ റൂട്ടിൽ തന്നെ നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് ഗണേഷ് ടോക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരു ലേക്ക് ഉണ്ട്, ബാബാ മന്ദിറുണ്ട്, അതുപോലെ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി കണ്ടിട്ട് നേരെ നാഥുല പാസിലേക്ക് പോകാം. അവിടെ പാസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പെർമിറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കല്ലേ. 2 ദിവസമായിട്ട് ഗാങ്ടോക്കിൽ നല്ല മഴ കേട്ടോ. ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പം തന്നെ സമയം 10:15 രാവിലത്തെ ഒരു ഫീലാണ്. പോകുന്ന വഴിയിലെല്ലാം ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, പാർക്ക് ചെയ്ത ബൊലേറോയും വാഗനറുമാണ്. രണ്ടിൻ്റെ മുകളിലേക്ക് വലിയ പാറക്കഷ്ണങ്ങൾ വീണിട്ട് 2 വണ്ടി ഫുള്ളായിട്ട് തമർന്നു പോയിക്കുന്നുണ്ടോ. ആ വാഗനറിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ. നാഥുല പാസിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ ഗണേഷ് ടോക്ക് വരുന്നത്. ഗണപതിൻ്റെ ഒരു അമ്പലമാണ്. ഞങ്ങളിപ്പോൾ അതിൻ്റെ അവിടെയുള്ളത് ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അതിൻ്റെ കൂടെ അമ്പലം കൂടി കേട്ടോ. മുകളിലാണ് അമ്പലം വരുന്നത്. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ആ പാർക്ക് ചെയ്ത റോഡ് അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നിട്ടോ ഇങ്ങോട്ടേക്ക്. നേരെ ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററാണ് നാഥുല പാസിലേക്ക് വരുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടില്ലേ ടിബറ്റൻ ഫ്ലാഗൊക്കെ കെട്ടിയിട്ട് അവിടെ മുകളിലാണ് സംഭവം വരുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റ് ഒക്കെ കേട്ടോ. ഇവിടെ നിന്ന് താഴത്തേക്ക് ഒന്നും കാണൂല, കോടമഞ്ഞ് ആയതുകൊണ്ടേ താഴത്തേക്ക് ഒന്നും കാണൂല. നല്ല കട്ട മഞ്ഞ് അറിയാം. അവിടെ കണ്ടില്ലേ ഫുള്ള് വൈറ്റ് കളറുന്ന അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ്. അവിടേക്ക് അപ്പം മുകളിൽ കാണുക അതാണ് ഗണേഷ് ടോക്ക്. ഞാൻ ഫ്രണ്ടിലേ പോയി കാണിച്ചുതരാം. ഇവിടെ ഇങ്ങനെ കുറേ ഗണേഷ് ടോക്ക്, ഹനുമാൻ ടോക്ക് കാരണം ഇങ്ങനെ കുറേ ടോക്കുകളുണ്ട് കേട്ടോ. അല്ല ഫുള്ള് ടിബറ്റൻ ഫ്ലാഗൊക്കെ കിട്ടിയിട്ട് ഇവിടെ ഒരു 10 മണിയൊക്കെ ആവണം കടകളൊക്കെ ഓപ്പൺ ആവാൻ. 4 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. കാരണം 4 മണിക്ക് ഇവിടെയൊക്കെ ഇരുടാവും ഒന്നായിട്ട്. നല്ല തണുപ്പാട്ടോ. 17-16 ടെമ്പറേച്ചർ വരുന്നത്. ഉള്ളിലേ കയറൊക്കെ എന്തായാലും സ്റ്റെപ്പുകൾ ഇങ്ങനെ കുറച്ച് കയറാണ്ട് കേട്ടോ. ബോർഡ് അയച്ചൊക്കെ ചെരുപ്പ് വെച്ചൊക്കെ അവിടെ പോയി എഴുതിച്ചിരിക്കുന്നത്. ഇതാ ദിസ് റൂം ഷൂ ഹിയർ. കുറച്ച് മേലോട്ട് കയറാണ്ട് കേട്ടോ. ഇവിടെ മുകളിലാട്ടോ ഗണപതിൻ്റെ പ്രതിഷ്ഠ വരുന്നത്. ഞാനിപ്പോൾ മേലെ കയറി തൊഴുതു. ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റിയ വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ വരുന്നത്. ക്യാമറ ഒന്നും സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. ഗിംബൽ അടിക്കാമായിരുന്നു. ഇത് പ്രസാദാ അമ്പലത്തിൽ നിന്ന് പ്രസാദം തന്നെ. ഓരോ യാത്രയിലും കിട്ടുന്ന അനുഭവങ്ങൾ ഇങ്ങനെ അല്ലേ. നോക്കല്ലേ അങ്ങോട്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ, ഇത് രസമല്ലേ. ഞാനപ്പോൾ ഇതാ മേലെയാണ് കേട്ടോ ഏറ്റവും മുകളിലുള്ള. ഇവിടെ മുകളിൽ ഒരു ഇതൊക്കെ വരുന്നുണ്ട്, പ്രതിഷ്ഠയൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് അമ്പലത്തിൻ്റെ ഓഫീസും കിച്ചണൊക്കെ കേട്ടോ വരുന്നത്. ടിബറ്റൻ ഫ്ലാഗൊക്കെ ഇട്ട് കാണാൻ എന്ത് ഭംഗിയല്ലേ. പഴയ അമ്പലത്തിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാണ്. ഇനി അടുത്തായിട്ട് നാഥുല പാസിലേക്കാണ് പോകേണ്ടത്. സംഭവം എന്തായാലും അടിപൊളിയായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിക്കിമിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഗണേഷ് ടോക്കിൽ വരണം കേട്ടോ. ഇനി ഇതുപോലെ വേറെ ഹനുമാൻ ടോക്ക് വരുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെയും കയറണം കേട്ടോ. ഹായ്, हेलो हेलो, आपका नाम? नाम मेरा कुंगा कुंगा. कुंगा. आपका चैनल? കോഴിക്കോടൻ ചങ്ങായി. कोरी जंगाई. കോഴിക്കോടൻ ചങ്ങായി. കേരള മലയാളം. ओके, कोरी കേരള മാലു കേരള थोड़ा മലയാളം ലാംഗ്വേജ് മലയാളം. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ओके, सेम टू यू.
എന്താ വാങ്ങുന്നുണ്ട് കഴിക്കാൻ? ഒരു നൂഡിൽസ് മോഡലുള്ള സംഭവം വാങ്ങിയൊക്കെ. നൂഡിൽസ് അല്ല, അത് വേറെ എന്തൊരു വെറൈറ്റി ആണ്. എന്താ അതിൻ്റെ പേരെന്താ പറഞ്ഞത്? തണുത്തിട്ടേ നിൽക്കാൻ കഴിയുന്നില്ല, നല്ല തണുപ്പാ. എന്തൊരു സാധനം നൂഡിൽസ് ഒക്കെ വെച്ചുള്ള സാധനം. അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ചേച്ചി കൊണ്ടുവരുന്നുണ്ട് സാധനം. എന്താ സാധനം? എന്താണ് ചോദിക്കരുത്, കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ട് പറയും. കറക്കി കഴിക്കണോ? എവിടെ പോയാലും അവിടുത്തെ ഒരു വെറൈറ്റി നമ്മൾ കഴിച്ചു നോക്കണം. നമ്മുടെ ഒരു ഏർപ്പാടാണ്. എപ്പോഴും ഇരിക്ക് ഇതൊക്കെ കഴിക്കുന്നതിനായിട്ട് ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ കുത്തുക, ഇങ്ങനെ കറക്കുക, ഇങ്ങനെ കറക്കിയിട്ട് അയ്യോ കറക്കിയിട്ടായിരുന്നു അച്ചാറുണ്ട് കേട്ടോ. ഇങ്ങനെ കറക്കുക. നൂഡിൽസ് കഴിച്ചാക്കാരെ ചൂടുണ്ടോ? ഉണ്ട്. ഇതാ മഴയൊക്കെ പോയിട്ട് നിൽക്കുന്നത്. വെള്ളത്തിനൊക്കെ വില 10 രൂപ കൂടുതലാട്ടോ. 50 പറഞ്ഞിരുന്നു. ഇത് 40 രൂപ ഇത് 40 10 രൂപ കൂടുതൽ. 2.1 കഴിക്കുന്നത്. അപ്പം ഉണ്ടാവും. അപ്പോൾ 2 ലിറ്റർ നമ്മൾ വാങ്ങല്. അതെ, ഇതിപ്പോൾ വേറെ കമ്പനി മാറിയിരിക്കും. അപ്പോൾ നമ്മൾ നെതുല പാസ് അതുകൊണ്ട് തന്നെ ബാബ മന്ദിരമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ശരിയാക്കണം. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പേപ്പർ റെഡി ആക്കി തന്നത് അച്ഛൻ്റെ പേര് സിരിങ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ പേപ്പർ നമുക്ക് മുകളിൽ പോയി റെഡി ആക്കണം. ഓൺലൈനും ചെയ്യാം. ഓ ഗാഡി का पेपर ऑनलाइन रेडी है ना? ऑनलाइन हाँ प्राइवेट ऊपर है ना? ओके, അപ്പോൾ പേപ്പർ കാര്യങ്ങൾ ഓ ഫ്രീ ആണ്. ഓക്കെ, പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ പൈസ വരും. അത് മുകളിലാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1500 രൂപയ്ക്ക് 2 ആളത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ठीक है ഇതേക്കാം. നമ്മൾ പോവാണ് കേട്ടോ. ഇവിടെ നിന്നാണ് പ്രിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് റെഡി ആക്കിയിരുന്നത്. മോനെ പോവല്ലേ? നേരെ നമ്മൾ മുന്നിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്സിജൻ വാങ്ങിക്കുന്നത് यहाँ पे फिट करना है. ये कवर है, निकाल के यहाँ फिट करना है. ओके, इस जो होल है यहाँ पर होल मिलेगा, यहाँ फिट करके स्प्रे ये वाला पार्ट्स मास्क से. ഓക്കെ 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 ഓക്കെ. ഇത് മാസ്ക് ആണല്ലേ തിരിച്ചു വെച്ചില്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതിങ്ങനെ വെച്ചിട്ട് മുദ്ര വെക്കാം. ഇത് അതിൻ്റെ ഇത് തിരിച്ച് ഊരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഓക്സിജൻ വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്നത് 400 രൂപ അല്ലേ? 500-600 രൂപ അവസാനം 400 ഇടിക്കുന്നത്. എന്നാലും മെനോടെ കയറാം. ഇനിയിപ്പോൾ ഇവിടെയാണ് പോലീസ് ചെക്കിങ് വരുന്നത് കേട്ടോ. വേല കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ കൊത്തി വെച്ച പോലെ കല്ലുകളെ. ഇതൊക്കെ സേഫായിരിക്കും, കാരണം അവിടെ ഇങ്ങനെ ഉറച്ചെടുക്കുന്ന പോരാ. എല്ലാത്ത സൈഡാണ്. ഇതൊക്കെ വികാനുള്ള സാധനങ്ങളാട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക അല്ലേ? ഇതൊക്കെ ഒരു മഴ പെയ്താലും ഇങ്ങനെ ഓരോന്നോരോന്നായി പോരും താഴോട്ടേക്ക്. ഏകദേശം ഒരു 35 കിലോമീറ്റർ നമുക്ക് ഇനി പോകാൻ കേട്ടോ. മേലോട്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. കണ്ടല്ലേ, മൊത്തം കോടയിൽ റോഡൊന്നും കാണുന്നില്ല. ബാക്കിലത്തെ വണ്ടി മുന്നത്തെ വണ്ടിയിൽ ഫോറൻറ്റിക്കാരുണ്ട്, അത് നോക്കി ഇങ്ങനെ പോവുക ഒരു പോകുന്ന വൈകി. എന്തായാലും അവസ്ഥ. നമ്മൾ ഹൈറ്റിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. എത്രയാണ്? 4200 അടിയോ? സോറി 14,000 അടി മേലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഞങ്ങളെ പേഴ്സിലെ പൈസ ഒന്നുമില്ല. പൈസ ഉള്ളൊക്കെ അക്കൗണ്ടിലാണല്ലേ. റേഞ്ച് തന്നെ ഫുള്ള് പോയി കിടക്കുകയാണ്. ഇനി എന്തെങ്കിലും പൈസ ആവശ്യം വന്നാൽ ഞങ്ങൾ കുടുങ്ങും. കുഴപ്പമില്ല, സ്റ്റൗ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചായ ഉണ്ടാക്കി വിറ്റ് ജീവിക്കാം. അതൊക്കെ നടക്കുള്ളൂ. കാരണം ഇനി ഇവിടെ ATM ഇല്ല, റേഞ്ചും ഇല്ല. അപ്പോൾ വരുന്നവരെന്താ ശ്രദ്ധിക്കണം, കയ്യിൽ പൈസ വെക്കണം. ATM ഉണ്ട് അല്ല അക്കൗണ്ടിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അല്ലേ ഭംഗി. നേപ്പാളി പൈസ ഉണ്ട്, അവരെടുക്കും. ഇല്ല, ചൈനീസ് ആണ് പിന്നെ അവരെടുക്കും. ചൈനീസ് ഇന്ത്യ ചൈന ബോർഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിലിറ്ററി ക്യാമ്പുകളും ബങ്കറുകളൊക്കെ നമുക്ക് ആ റൂട്ടിൽ കാണാൻ പറ്റും. കടകളൊക്കെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടെ ഏരിയയിലൊക്കെ താമസിക്കുന്ന വീടുകളാണെങ്കിൽ തന്നെ വിരളിൽ ഉണ്ടാവുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ. BROന്റെ ബോർഡ് ഉണ്ട് അവിടെ. ഇതിന് 25 കിലോമീറ്റർ ആണ് ഇനി നദില പാസിലേക്ക് ഉള്ളൂ കേട്ടോ. ഫുൾ മിലിറ്ററി ആണ് ഇവിടെ. കൺട്രോളിങ് ഫുൾ മിലിറ്ററി അല്ലേ? നടക്കും, ഒരിക്കൽ നടക്കുള്ളൂ. അങ്ങനെ കുറെ മലയാളീസിന് അവിടെ നിന്ന് കാണുന്നവർക്ക് കൈയാടുന്നുണ്ട്. അതെ അതെ, കാണിക്കും. കാര്യങ്ങൾ നിർത്താൻ പറ്റുമോ നോക്കാം. ഇത് കയറും കേട്ടോ. അത് 10 കേൾക്കുന്ന ടെമ്പറേച്ചർ. ഇനിയും കുറയും. അതെ അതെ അതെ. പൈസ കിട്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊരു 1000 രൂപ തൽക്കാലം ഒരാളിന് ഗൂഗിൾ പേ ചെയ്ത്
അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ മാറി കുറേ എന്താ കടകളൊക്കെ ഉള്ള സ്ഥലത്താണ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ലേറ്റ് ആയിരിക്കുന്ന പോലെ. അപ്പോൾ ആദ്യം നെതുല പാസിലേക്ക് പോയിക്കോളെ, എന്നിട്ട് അവിടെ നിന്ന് വരുന്ന വഴിയിൽ പിന്നെ ബാബ മന്ദിർ കയറിയിട്ട് ലേക്കൊക്കെ കണ്ടു പോരാ. അപ്പോൾ അടുത്തോ അവിടെ സമയം 15:55 അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 10 കിലോമീറ്റർ ഓടാണ്ട് അങ്ങോട്ടേക്ക്. അതല്ലേ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പ് അങ്ങനെ കൈമിൽ ഗ്ലൗ ഒക്കെ ഇട്ടിരിക്കുന്നത്, കൈമിൽ ഗ്ലൗ ഒക്കെ ഇട്ട് പോകുന്നല്ലേ. അല്ലാണ്ട് വകുപ്പില്ല, കൈ ഐസായി പോകുന്നു. തണുപ്പ് കൂടി വരികയാണ്. ഇനിയും അതാ 17 കിലോമീറ്റർ നമുക്ക് നെതുലിലേക്ക് പോകാൻ കേട്ടോ. റോഡ് എമ്മാതിരി ആൾട്ടിറ്റ്യൂഡാണ് മെയിനസ്. പറഞ്ഞല്ലേ 14,750 അടി മേലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 9,000-10,000 അടീൻ്റെ അടുത്ത് ഇപ്പം തന്നെ ഹൈറ്റ് അയക്കുന്നത്. ഇനിയിപ്പം ഇപ്പം തന്നെ തണുപ്പ് ഇങ്ങനെയാണ്, മേലോട്ട് കയറാനുള്ള അവസ്ഥ എന്തായിരിക്കും? പിടുത്തം വിടും മക്കളെ, എന്തായാലും പിടുത്തം വിടും. അയ്യോ ഇപ്പൊ തന്നെ തണുത്ത് കറക്കുന്നുണ്ട് കേട്ടോ. സൗണ്ടൊക്കെ പോയില്ലേ? സൗണ്ട് പോയി. നെതുല പാസ് കയറാനുള്ള ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പേപ്പേഴ്സ് അവിടെ കൊടുത്ത് മേലോട്ട് കയറിട്ടോ. എന്തായാലും ഇവിടെ തന്നെ വ്യൂ ഉണ്ടല്ലേ, ഐസ് വീണെടുക്കുന്നുണ്ടല്ലേ, ഐസ് വീണുണ്ട്. അതൊക്കെ വീണെടുക്കുന്നുണ്ട്. അവിടെ വെള്ളമൊക്കെ ഐസായി മാറി. അയ്യോ അവിടെയൊക്കെ ഐസായി കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ നമ്മളത് പാസ് കയറിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ് കാണാൻ വെച്ച് ഐസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്, പക്ഷെ കണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നമുക്ക് മേലോട്ട് പോവാം. ഇനി 4 കിലോമീറ്റർ പോകാനുണ്ട്. മേലോട്ട് ഏറ്റവും ടോപ്പിലേക്കാണ് പോകണ്ടേ നമുക്ക്. എല്ലാ പാസിലെത്തി. ഇവിടെ ഫുള്ള് ടാക്സികളാട്ടോ. ഇവിടെ ആയിരിക്കും പാർക്കിംഗ് വരുന്നത്. നമ്മൾ ഐസ് ആയിട്ട് കണ്ടിട്ട് വണ്ടി ആയത് കൊണ്ട് നല്ല സ്ഥലത്ത് സേഫ് പാർക്ക് ചെയ്യണം. എന്തായാലും നോക്കാം പാർക്കിംഗ് എവിടെയാണെന്നുള്ള കാര്യമൊക്കെ ഒന്നും അറിയില്ല. ഒരു വിധത്തിൽ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടോ. ഞങ്ങളുടെ ഏറ്റവും മുകളിൽ കൊണ്ടുവരിക വണ്ടി പാർക്ക് ചെയ്ത്. ദേ നമ്മുടെ പച്ചക്കുതിര മഞ്ഞില്ലെങ്കിലും ഫുൾ ഇതാ കോടേൻ്റെ ഉള്ളിൽ കിടക്കുന്ന കേട്ടോ. മേലേക്ക് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്, താഴെയാണ് എന്നാലും ഇല്ലാത്ത കേട്ടോ. താഴെ ഫുള്ള് കഞ്ചസ്റ്റഡാണ് വണ്ടി പാർക്ക് ചെയ്ത്. അങ്ങനെ ഫൈനലി ഏകദേശം 14,740 അടി മുകളിൽ നമ്മളിപ്പോൾ കേട്ടോ നെതുല പാസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പൊളി. ഇന്ത്യ ചൈന ബോർഡറിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. മേലോട്ട് പോയി നോക്കാം. ഫോട്ടോഗ്രാഫി അലോഡ് ആക്കിയില്ല, എന്നാലും പറ്റാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇതെല്ലാം കയറിപ്പോ. അതൊക്കെ അവിടെ ഐസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ദേ അവിടെ ഐസ് ഉണ്ട് കേട്ടോ. ദേ ഐസ് ഐസ് പഴയ ഐസ് കേട്ടോ, പുതിയ ഐസ് ഒന്നുമില്ല. ഐസ് കഴിക്കുന്ന വീഡിയോ ഇവിടെ അലോഡല്ല, അതിനോണ്ടല്ല ഒരുപാട് കളിക്കാനുണ്ട്. ഒന്നും പറയാനില്ല. മേലോട്ട് കയറട്ടോ. കാറ്റ് എമ്മാതിരി കാറ്റ് ഇറങ്ങിയത്. മലയാളി എവിടെയാ? കാസർഗോഡല്ലേ? ആണോ? യൂട്യൂബോ? ഓൾ ഇന്ത്യ ട്രിപ്പോ? ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ഓ ലാസ്റ്റ് വണ്ടി അവിടെ ലാസ്റ്റ്. പേരെന്താ? കോഴിക്കോടൻ ചങ്ങായി ഉണ്ട്, ട്രാവൽ 50 2 ചാനലുണ്ട് കാണാം. ഞങ്ങളിപ്പോഴേ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇപ്പം ഇന്ത്യയില്. അപ്പുറത്ത് എന്താ ചൈന, ഇന്ത്യ ചൈന ബോർഡറിലെ കേട്ടോ. ആൾക്കാരോ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫി അലോഡില്ല, എന്നാലും നിങ്ങൾ വെറുതെ എടുക്കുന്നുള്ളൂ. ഇന്ത്യ ചൈന ബോർഡർ ആയതിനെ കൊണ്ട് തന്നെ അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലോഡല്ല. അപ്പോൾ അതിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് കേട്ടോ വീഡിയോ എടുത്തത്. നമുക്കിതാ അവിടെ ചൈന ബോർഡർ കാണാൻ പറ്റും, ചൈനീസ് മിലിറ്ററിന്നൊക്കെ അവിടെ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചൈനേൻ്റെ അതിർത്തി കാണാൻ പറ്റും. അതുപോലെ തന്നെ ചൈന ഗേറ്റ് നമുക്കതാ കാണുന്നതാണ് ചൈന ഗേറ്റ് കേട്ടോ. ചൈനയുടെ കൊടി അതാ മുകളിൽ പാറി കളിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് തിരിച്ചിറങ്ങാം. നമുക്ക് എന്തായാലും 5 മണി തിരിച്ചു പോകണം. 4 മണി ഇപ്പം തന്നെ ആയി. നമുക്ക് ബാവാമന്തിരി പോകാൻ വേണ്ടി അറിയില്ല. എന്തായാലും ഇറങ്ങി നോക്കാം. നമ്മുടെ വണ്ടി അവിടെയാണ് കേട്ടോ വണ്ടി. അപ്പോൾ ഇന്ത്യ ചൈന ബോർഡർ കണ്ടിട്ടു. അങ്ങനെ തിരിച്ചിറങ്ങാം. ഇനി ഇവിടെ വന്നപ്പോലെ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി, വലിയ കോമഡി. മേലെ ഞാൻ സമയം നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മൂപ്പര് ഐഫോണിൽ സമയം നോക്കി 3:56. അപ്പൊ ഞങ്ങൾ ചാടി പഠിച്ച ഓടി. കാരണം നമുക്ക് 5 മണിക്ക് ക്ലോസിംഗ് താഴെ. അപ്പോൾ താഴെ എത്തണം. ഇത്ര പെട്ടെന്ന് സമയം പോയാൽ ഒരു ഐഡിയ കിട്ടും. 4 മണി ആവാൻ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ താഴെ എത്തി വണ്ടിയിലെത്തിയത് വനിച്ച ഫോൺ കണ്ടില്ലേ. വണ്ടി ഫോൺ നോക്കുന്നതിന് സമയത
1.56. അതില് 1.56, ഇതില് 3.56. നാട്ടിലിപ്പോ സമയം 1:27. 3 സമയത്ത് കൂടി ഞങ്ങളിപ്പോ നിൽക്കണ 3 സമയത്ത് ഏറ്റവും ആണെങ്കിലും മാറാം. കാരണം എന്താ അറിയോ, ഞങ്ങൾ ചൈന ബോർഡറായ നെതുലാബാസിലുള്ളത്, ഇന്ത്യ ചൈന ബോർഡറിലുള്ളത്. അപ്പം ആൻഡ്രോയിഡില്, പിന്നെ ആൻഡ്രോയിഡിലല്ല, ഐഫോണില് ചൈനയും വരും, ആൻഡ്രോയിഡില് ഇന്ത്യൻ ടൈമും വരും. അത് ഇന്ത്യൻ ടൈം ഇവിടെ സോൺ മാറുന്ന വ്യത്യാസം വരുന്നതാണ്. ഇത് നമ്മളെ നാട്ടില് സെറ്റ് ചെയ്ത് വെച്ച ക്ലോക്കാണ്. ഇതില് നമ്മൾ നാട്ടിലെ സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നേപ്പാളിൽ പോയപ്പോ നമുക്ക് നാട്ടിലെ ടൈം ഡിഫറൻസ് മനസ്സിലായി. നേപ്പാളില് 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ 3 ടൈമാണ് കിട്ടിയപ്പോ ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഇവിടെ ചെന്ന് ഒന്നാമത്തെ ഫോട്ടോഗ്രാഫി അത്ര വലിയ കാരണം ചൈന ബോർഡർ ആയതിനെ കൊണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ച് ഒളിച്ചും അത് എടുക്കാൻ പാടില്ല, എന്നാലും കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി അപ്പൊ നമ്മൾ എന്തായാലും നേരെ ഇവിടെ അടുത്ത് ബാബാ മന്ദിറിലൊക്കെ പോകുന്നത്. ഇവിടെ ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് സ്ട്രീറ്റ് റോഡാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. കണ്ടില്ലേ, സംഭവം പൊളിയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരണം. വേറെ പ്രത്യേകത കാണിച്ചോട്, ഇവിടെ ഒറ്റ പ്രൈവറ്റ് വണ്ടി ഉണ്ടാവും. നമ്മൾ ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. ഈ വണ്ടി കണ്ടിട്ട് കേരളത്തിലുള്ളവര് കാണുന്നവര് ഭയങ്കര സന്തോഷം. അതെ അതെ, എല്ലാരും അത്ഭുതം. കേരള എന്നല്ല, ഇവിടെ ഉള്ളവർക്ക് വരെ ഭയങ്കര. എല്ലാരും ഒന്ന് സംസാരിക്കാൻ വേണ്ടി കണ്ടിട്ട് എവിടെ പോയാലും മലയാളീസ് ആണല്ലോ. സ്ഥലം എവിടെയാണ്? കോഴിക്കോടാണ്. കക്കോടിയോ? സെയിം ടു യു. കക്കോടി ഞാൻ മോരിക്കര. ഞങ്ങളെ ഓക്കെ ഞങ്ങള് ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ഓൾ ഇന്ത്യ പ്ലസ് നേപ്പാൾ, ഭൂട്ടാൻ. അപ്പോൾ 1 മാസം ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ചെന്നാലും മലയാളീസാണ്. ഒരു തൃശ്ശൂരുകാരുണ്ട്, കോഴിക്കോട്ടുകാരുണ്ട്, ബാംഗ്ലൂർ സെറ്റിലായ ടീംസാട്ടോ. നമ്മളെ 5 നാട്ടുകാരുണ്ട് കേട്ടോ. അവിടെയുള്ളവരെ അങ്ങനെ കാണാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാബാ മന്ദിർ കാണാൻ വേണ്ടി പോവാം. ഇവിടെയും ഫുള്ള് തിരക്കാട്ടോ. ഇതാണ് ബാബാ മന്ദിർ അല്ലേ? ഫുള്ള് മഞ്ഞിന് കൂടി ഇവിടെ. സത്യം പറഞ്ഞാല് ഇതിൽ ലയിച്ചു പോയി. അതെ സിക്കിം ഞങ്ങൾ അങ്ങ് മയക്കി എന്ന് പറയാം. നോക്കല്ലേ, ഇവിടെ നിന്ന് ആ ഇന്ത്യ ഫ്ലാഗ് കാണുന്നതിനുള്ള ഒരു ഫീലേ. അപ്പോൾ ഇവിടെ ബാബാ മന്ദിർ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നമുക്ക് ഇത് സ്മാരകമാണ് അല്ലേ? സ്മാരകമാണ്. അത് ഹർഭജൻ സിംഗ് ഇരുന്ന ഓഫീസ്, ലിവിംഗ് റൂം, കാര്യങ്ങളൊക്കെ. എന്തായാലും അപ്പം ഇനി തിരിച്ചിറങ്ങട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ഗാങ്ടോക്കിലേക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് 5 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങണം. നമ്മുടെ വണ്ടി അവിടെയുള്ള ഫുള്ള് മഞ്ഞ് പൊതിഞ്ഞിറക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങല്ലേ, പോകുന്ന വഴി നമുക്ക് ആ ലേക്ക് കൂടെ കാണണം അല്ലേ? ലേക്ക് കൂടെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് പോരുവാണ്. ഉപ്പുമാവ് ഉണ്ടാക്കാം അല്ലേ? നല്ല ഉപ്പുമാവായിരിക്കും മക്കളെ. ഇന്ന് പൊളിക്കും പൊളി ലെവല് വേറെയാണ്. വരുന്ന വഴിയിലേ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉള്ള വെള്ളം നിറക്കിയാട്ടോ. തണുപ്പുണ്ടോടാ? കുളിച്ചാലോ? ആ പൈപ്പ് എടുത്തോ, പൈപ്പ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് പോകേണ്ട ലേക്കിലേക്കാണ്. ലേക്ക് കാണുന്ന ആ ലേക്കിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അയ്യോ ഒന്നും കാണുന്നില്ല. അതാ ആ ലേക്കിലോട്ടോ കാണുന്നത്. ഫുള്ള് കോടം മുട്ടൊന്നും കാണുന്നില്ല. കാണിച്ചു കൊടുക്കാം. അതെ, നമുക്ക് അങ്ങോട്ട് പോലെ. പിന്നെ വെച്ചാല് അത് വരുന്ന വഴിക്ക് വേണമെങ്കിൽ കയറാം. നമുക്ക് ടൈം ഒരു ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിട്ട് തിരിച്ചു വരുന്ന നേരം കയറാന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇപ്പോൾ ലേക്കിലൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ ഇറങ്ങാം. BRന്റെ ഒരു ബോർഡാ ഗാങ്ടോക്ക് 36 കിലോമീറ്റർ നമുക്ക് പോകണ്ട കേട്ടോ. ദേ ലേക്ക് നമ്മൾ പോയി ലേക്ക് അങ്ങോട്ട് പോകുന്നു. അതിന് മുകളിലൊക്കെ അവിടെ ഐസ് ഉരുക്കി ഇങ്ങനെ ഒരു വെള്ള കളറിലുണ്ടോ, അത് ഐസാട്ടോ അവിടെയൊക്കെ ഉരുക്കി കിടക്കുന്നത്. ഉരുകാനും തായി കിടക്കുന്നതൊക്കെ. അവിടെ നല്ല തിരക്കാണല്ലോ അല്ലേ? എല്ലാവരും യാക്കിൻ്റെ പുറത്തൊക്കെ കയറുന്ന തിരക്കില്ല. ഏയ് വേണ്ട, ഇതാട്ടെ യാക്ക് യാക്ക് നല്ല തിരക്കാട്ടോ ലേക്കിന് അവിടെയൊക്കെ. എത്രയാ വരുന്നത്? കയറികളി. യാക്കിനെ മുകളിൽ കയറാൻ പോവാണ്. തണുത്തിട്ട് ഒന്നും കൂടെ പറയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ നന്ദല പാസിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ലേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ പാസിലേക്ക് പോകുന്ന വഴി വരുന്നത്. അപ്പോൾ കഴിയുന്നതും ആദ്യം പാസ് അവിടെ കണ്ടു കഴിഞ്ഞ ശേഷം ഇന്ത്യ ചൈന ബോർഡറൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വരുന്ന നേരം ലേക്കിലേക്ക് വരിക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടൈം പോകും. അവിടെ മെയിനായിട്ട് അവിടെയാണ് കാണേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇതാണ്ടില്ലേ കുറേ ഏരിയ വന്നിട്ട് ഫുള്ള് യാക്കുകളാണ്. യാക്കിന് മുകളിൽ വെച്ച് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ പരിപാടി ഫുള്ള്. ഒരു യാക്ക് ഇതാ അവിടെ, ഇതവിടെ ഇതാണ് അവിടെ പരിപാടി ഫുള്ള് യാക്കിന് മുകളിൽ ഫോട്ടോ. സംഭവം സെറ്റാട്ടോ. ഇനി എന്തായാലും നമ്മളിവിടെ നേരെ സിക്കിമിലേക്ക് പോവാം, ഗാങ്ടോക്കിലേക്ക് പോവാം കേട്ടോ. ഇതാ മഴ പൊടിഞ്ഞുണ്ട് കണ്ടില്ലേ ഫുള്ള്. എനിക്ക് യാക്കിനെ കണ്ടു, എന്ത് രസമല്ലേ യാക്കിനെ കാണാൻ. 50 രൂപയാണ് കേട്ടോ.
ഒരു യാക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സഫാരിക്കാണെങ്കിൽ ഏകദേശം 200 രൂപയാണ് യാക്ക് സഫാരിക്ക് റേറ്റ് വരുന്നത്. 100 കേട്ടോ. ആ നമ്മൾ ഒരു 200 പേശി കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നേരെ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകാൻ എന്നിട്ടാണ് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്നിപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കാനുള്ള വരും. അന്നേരം ഇന്ന് പോകാൻ നല്ല മഴ പൊടുന്നതിന് മുന്നേ വേഗം ഒന്ന് സ്കൂട്ടാവട്ടെ. നല്ല മഴ കേട്ടോ പുറത്ത്. ഇപ്പം വീണോ കേട്ടോ അല്ലേ, ഒന്നാരും ഉരുള് കൂട്ടിയിട്ട് ഇതവിടെ ഉള്ളുതാ വെള്ളമാണ്. മേലെ നന്നാര് പൊട്ടിയതാ ഉരുള്. ആ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇവിടെ ക്ലിയർ ചെയ്യും. ഒരിപ്പം തന്നെ ക്ലിയർ ചെയ്ത് ഒരു കിലോ ക്ലിയർ ചെയ്ത് നോക്കില്ലേ വണ്ടിനെ മുകളിൽ എന്തൊക്കെ അവസ്ഥ. ഇതൊക്കെയാണ് ഇവിടുത്തെ മഴ കാണുന്ന പ്രശ്നങ്ങൾ. പക്ഷെ നമ്മൾ എത്തിയ മഴക്കാലത്തല്ല, എന്നാലും നമ്മൾ മഴയാണ്. വീണ്ടും ഇതാ കോടമഞ്ഞ് മൂടിട്ടോ. നമുക്കിനി ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട് ഗാങ്ടോക്കിലേക്ക്. അതിനിടയിൽ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാങ്ടോക്കിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട് ഈ റൂട്ട് തന്നെയാണ്, അതിനോട് കുഴപ്പമില്ല. ഒരു 5 കിലോമീറ്റർ കൂടെ ഇങ്ങനെ പോകണം. ഇതാണ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ അവസ്ഥ. മഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതാണ്, ഒന്നും തമ്മിൽ കാണാത്ത രീതിയിൽ കോടമഞ്ഞ് കേട്ടോ. രസമാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള അപകടമുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഇപ്പം വീണത് കേട്ടോ. ഞങ്ങൾ പോകുന്നതിന് ടാർ ചെയ്ത റോഡാണിത്. ഇപ്പം ഇത് കണ്ടില്ലേ, എന്താല്ലേ ഒന്നും പറയാനില്ല. അതെ, ഒരു 4 മണിക്കൂർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എത്ര മണി? 9 മണി 10 മണി 9 നമ്മൾ പോയത്. ഇപ്പൊ സമയത്തിനായി 10:30 ആയിക്കുന്നോ. 4-5 മണിക്കൂർ കൊണ്ട് നടന്ന സംഭവം. ഒന്നും പറയാലോ, ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ ആർമീൻ്റെ ബേസ് ക്യാമ്പുകളാട്ടോ, കുറേ ക്യാമ്പുകളിലൂടെ. പിന്നെ വണ്ടികളെ കണ്ടില്ലേ. വീണ്ടും നമ്മൾ സ്ഥലത്ത് എത്താനായിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അടുത്ത മലയാളിനെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് പുറത്ത് പോയത് ഒരു മലയാളിനെ കൊണ്ട് കിട്ടിയിരിക്കുന്നു. ക്യാമറ പ്രശ്നമല്ലോ. പേരെന്താ പറഞ്ഞേ? ബിച്ചു അല്ലേ? നാട്ടിലെവിടെയാ? കൊല്ലം. എവിടെയാ സ്ഥലം? എവിടെയാ? കൊല്ലം തന്നെ. കൊല്ലക്കാരനാണല്ലേ? ഇന്നലെ നമ്മൾ കൊല്ലക്കാരനെ കണ്ടില്ല. ഓ ഇന്നലെ കണ്ടിരുന്നു. ഒരു കൊല്ലക്കാരനെ കണ്ടിരുന്നു. ഞങ്ങള് നദില പാസൊക്കെ പോയി. എവിടെ പോയാലും മലയാളീസ് ഉണ്ട്. എവിടെ പോയാലും മലയാളീസ് ഉണ്ട് മക്കളെ. മലയാളീസ് ഇവിടെ വർക്ക് എടുക്കുന്നവരാ. അതെ അതെ. നമ്മൾ ഇന്നലെ ഒരു ഫാമിലിയിൽ കണ്ടത്, രാവിലെ അമ്പലത്തിൽ നിന്ന് കണ്ട്, ഗണേഷ് സ്റ്റോക്ക് കണ്ട്. ഇന്ന് രാവിലെ ഫാമിലീസിനെ കണ്ടിരുന്നു. അതേമാതിരി തന്നെ ചെക്കന്മാര് ബൈക്ക് റെന്റ് ഒരു ബാക്കിൽ വരുന്നുണ്ട് ചെക്കന്മാര്. ഏകദേശം ഒരു താഴോട്ട് ഇറങ്ങാൻ മതിയോ? അതിൽ അങ്ങോട്ട് ഇറങ്ങാൻ മതിയോ? പിന്നെ അതേമാതിരി മിലിറ്ററിക്കാര് പിന്നെ പറയാൻ വേണ്ട, മിലിറ്ററിക്കാർ എവിടെ നോക്കിയാലും മലയാളീസ് ഉണ്ട്. സപ്പോർട്ട്. അതെ അതെ. നമ്മളിപ്പോ നമ്മളെ സ്റ്റേൻ്റെ അടുത്ത് നമ്മുടെ നമ്മളെ ലൊക്കേഷനിൽ നമ്മളെ വീട്ടിലേക്ക് 2 ദിവസം നമ്മൾ അവിടെ നിൽക്കുന്നത് കണ്ട. അവിടെയും ഫുള്ള് കോട കേട്ടോ. എല്ലാരും ഒരേ സ്വരത്ത് പറയുന്ന കാര്യം, സിക്കിമാര് അടിപൊളിയാണ്. മെനഞ്ഞാന്നൊക്കെ നമ്മളിവിടെ കിടന്ന ഡോറ് പോലും ലോക്ക് ചെയ്യാതെ ഞങ്ങൾ കിടന്നിറങ്ങി. നല്ല സ്ഥലം കേട്ടോ, നല്ല സ്ഥലം. കിട്ടില്ല, അടിപൊളി. ഇതേ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. അതെ, ഞങ്ങളെ സ്ഥലത്തെത്തി. ഞങ്ങൾ ഇന്നലെ വണ്ടി ഹോൾഡ് ചെയ്ത് അവിടെ എത്തി. ഇപ്പം ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയാ അല്ലേ? ടൗണിലേക്ക് ഇറങ്ങി. ബേക്കൊന്നും വണ്ടി ഒന്ന് ജാമ്പൂരി, കാരണം വണ്ടിയിൽ തീരെ കാണൂല മുന്നോട്ട്. ഫുള്ള് കോടമഞ്ഞാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പച്ചക്കറി കാണാൻ വേണ്ടിയില്ലേ? തക്കാളി ഉള്ളി പറ്റാണ് 2 ക്യാരറ്റും 2 കോഴിമുട്ടി. അത്ര മതി. ആ മതി. അപ്പം വെജിറ്റബിൾ അതാ അല്ല, അതിൻ്റെ കൂടെ കോഴിമുട്ട ഉപ്പുമാര് കൂടെ കൂടി തന്നാലോ? അണ്ടാ സമയം ഇപ്പോൾ 4:30-5 മണി ആവുന്നേ ഉള്ളൂ അല്ലേ? ഇതിപ്പോ നാട്ടിൽ 8 മണിന്റെ സ്ഥിതിയാ. നോക്ക് ക്യാമറ പിന്നെയും കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടാവും. വണ്ടി കയറണ്ടേ? സമയം 4:30-5 മണി ആവുന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡ് താഴേക്ക് വന്നപ്പോഴേ ഒരു വിറക്കലൊക്കെ ഉറങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ലൊരു കനം വീട് അന്വേഷിച്ച് ഇറങ്ങിയാണ്. ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഉണ്ടാവും. നല്ലതാ, ബോഡി ഒന്ന് ചൂടാവും. നോക്കാം, ഏതെങ്കിലും പീടി ഉണ്ടാവും വിചാരിക്കല്ലേ? ബോബി നോക്കാണ്ട് അല്ലേ?